ഹലോ ഗൈസ്, വെൽക്കം ടു കാസ്ട്രോളർ മൂവി മീഡിയ. ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് റീമേക്ക് കമ്പാരിസൺ ആണ്. മുംബൈ പോലീസ് വേഴ്സസ് ദേവ. അഥവാ റീമേക്കാണ്, സംഭവം റീമേക്കാണ്. അപ്പോൾ ആരംഭിക്കില്ലേ? ഫസ്റ്റ് റൗണ്ട് ഹീറോസ് പെർഫോമൻസ്. മുംബൈ പോലീസിലെ ഹീറോ ആയിരുന്നത് പൃഥ്വിരാജും പിന്നെ ദേവ മീൻസ് ഹിന്ദി റീമേക്കിൽ ഷാഹിദ് കപൂർ ആയിരുന്നു നായകനായിട്ട് വന്നിരുന്നത്. രണ്ടുപേരുടെയും പെർഫോമൻസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ പൃഥ്വിരാജ് പെർഫോമൻസ് ഈസ് സൂപ്പർബ് എന്നാണ് ഞാൻ പറയുള്ളൂ. ഇറ്റ്സ് മൈ ഒപ്പീനിയൻ. നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇൻ സെക്കൻഡ് റൗണ്ട് മരിക്കുന്നവൻ്റെ പെർഫോമൻസ്. ഇപ്പോൾ മുംബൈ പോലീസിൽ ഒരാൾ മരിക്കുന്നു, ഒരാൾ മരിക്കുന്നുണ്ട്, ഇതിലും ഒരാൾ മരിക്കുന്നുണ്ട്. അത് ഞാൻ പറയേണ്ട ആവശ്യമൊന്നുമില്ല, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ത് സംഭവം എന്നുള്ളത്. മുംബൈ പോലീസ് മരിക്കുന്നത് ജയസൂര്യയും ദേവ മീൻസ് മുംബൈ പോലീസിൻ്റെ റീമേക്കിൽ അയാളുടെ പേര് എനിക്ക് അറിഞ്ഞൂടാ, പക്ഷെ പേര് അറിഞ്ഞൂടാ, വേറെ ഏതെങ്കിലും പടത്തിലുണ്ടോ എന്നുള്ളത് അറിഞ്ഞൂടാ. നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാനുള്ള പേര്. ഇത് രണ്ടും കമ്പയർ ചെയ്യുമ്പോൾ മരണം വൈസ് മീൻസ് അവരുടെ പെർഫോമൻസ് വൈസ് ജയസൂര്യയുടെ പെർഫോമൻസ് ആണ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടുള്ളത്. അതുകൊണ്ട് മുംബൈ പോലീസ് 2, ദേവ 0. പിന്നെ പാട്ട് വൈസ് മുംബൈ പോലീസിൽ പാട്ട് കുറവാണ്. ദേവയിലാണെങ്കിൽ 2-3 പാട്ട് കയറി വന്നിട്ടുണ്ട്, വേറെ ഒന്നുമില്ല. പാട്ട് ഇല്ലെന്ന് തോന്നുന്നു മറ്റേ മുംബൈ പോലീസിൽ. എന്നാൽ ദേവയിൽ പാട്ടുണ്ട്, അത്രയുള്ള ഡിഫറൻസ്. പാട്ടുണ്ട്. പാട്ട് വൈസ് നോക്കുമ്പോൾ ദേവ ഈസ് സൂപ്പർബ്. അതുകൊണ്ട് പിന്നെ BGM ഒരു കാര്യം കൂടി BGM വൈസ് ഒന്നുകൂടി പറയാണ് മൂവി പോലീസാണ്. അതുകൊണ്ട് മുംബൈ പോലീസ് 3, ദേവ 1. ഇനി അടുത്തത് ഫ്ലാഷ് ബാക്ക് വൈസ് നോക്കുമ്പോൾ എനിക്ക് കൂടുതൽ ഇഷ്ടം മുംബൈ പോലീസ് തന്നെയാണ്. 2 പടത്തിലും ഫ്ലാഷ് ബാക്ക് എനിക്ക് ഇഷ്ടമാണ്, പക്ഷെ കൂടുതൽ ഇഷ്ടമുള്ളത് മുംബൈ പോലീസിലാണ്. അതുകൊണ്ട് മുംബൈ പോലീസ് 4, ദേവ 1. ഇനി അടുത്തത് സിനിമാറ്റോഗ്രഫി. ഇതിൻ്റെ രണ്ടിൻ്റെ സിനിമാറ്റോഗ്രഫി ആരാ ചെയ്തിരിക്കണമെന്ന് എനിക്ക് അറിയണം, പക്ഷെ എനിക്ക് കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടത് ദേവയിലാണ്. അതുകൊണ്ട് മുംബൈ പോലീസ് 4, ദേവ 2. ഇനി 7ാമത്തെ റൗണ്ട്. ഇനി അടുത്തത് ആക്ഷൻ ടു ത്രില്ലർ. അതാണ് നെക്സ്റ്റ് റൗണ്ട്. ഇപ്പോൾ മുംബൈ പോലീസിൻ്റെ കാര്യം പറയാനാണെങ്കിൽ മുംബൈ പോലീസ് ഫസ്റ്റ് ഹാഫ് ഒരു ആക്ഷൻ ഫിലിം മാതിരിയാണെങ്കിലും സെക്കൻഡ് ഹാഫ് അത് ആക്ഷൻ പടമല്ല, ഇത് ക്രൈം ത്രില്ലർ ആണെന്നുള്ള ഇതിലോട്ട് പോകുന്നുണ്ട്. അതുപോലെ ദേവയിലും ഫസ്റ്റ് ഹാഫ് ഒരു ആക്ഷൻ ഫിലിമാണ്, പക്ഷെ സെക്കൻഡ് ഹാഫ് അതൊരു എന്താ പറയുക, വന്ന് ത്രില്ലറിലോട്ട് കിടക്കുന്നുണ്ട്. ഇത് രണ്ടും വെച്ച് നോക്കുമ്പോൾ രണ്ട് സിനിമയും വെച്ച് നോക്കുമ്പോൾ മീൻസ് ഈ ഫാക്ടർ വെച്ച് നോക്കുമ്പോൾ ഈ 2 പടം കമ്പയർ ചെയ്താൽ എനിക്ക് കൂടുതൽ ഇഷ്ടമുള്ളത് മുംബൈ പോലീസാണ്. അതുകൊണ്ട് മുംബൈ പോലീസ് 5, ദേവ 2. ഇനി അടുത്തത് ഇൻ്റർവെല്ലിനെ കുറിച്ച് പറയാനാണെങ്കിൽ 2 സിനിമയിൽ ഒരേ ടൈപ്പ് ഇൻ്റർവെൽസ് തന്നെയാണ്. പക്ഷേ ഇത് രണ്ടും കൂടി കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് ദേവയിലെ ഇൻ്റർവെൽ തന്നെയാണ്. രണ്ടിലും ഇഷ്ടപ്പെട്ടിരുന്നു, പക്ഷേ കൂടുതൽ ഇഷ്ടപ്പെട്ടത് ദേവയിലാണ്. അതുകൊണ്ട് മുംബൈ പോലീസ് 5, ദേവ 3. ഇനി അടുത്തത് ദ ട്വിസ്റ്റ്. മുംബൈ പോലീസിലെ ട്വിസ്റ്റ് നമുക്കൊന്നും മറക്കാൻ സാധിക്കില്ല, അങ്ങനത്തെ ഒരു ട്വിസ്റ്റാണ്. പക്ഷേ ദേവയിലെ ട്വിസ്റ്റ് എന്ന് പറയണത് നമ്മളിപ്പോൾ
ചില തെലുങ്ക് സിനിമകളിലും ചില ഹിന്ദി പടങ്ങളിലൊക്കെ കാണുന്ന ടൈപ്പ് ട്വിസ്റ്റാണ്. അതുകൊണ്ട് എനിക്കത് അത്രയും പിടിച്ചിട്ടില്ല ദേവേല. പക്ഷെ മലയാളത്തിൽ അതൊരു ന്യൂ ട്വിസ്റ്റായിരുന്നു ആ സമയത്ത്. മീൻസ് ഒരു 2012-13 ആ സമയത്ത് എന്താണ് സിനിമ ഇറങ്ങുന്നത്. അപ്പോൾ മീൻസ് മുംബൈ പോലീസ് അപ്പോൾ അത് നമുക്കൊരു പുതിയൊരു എന്താ ഞാൻ പറയാം, പുതിയൊരു ഇതാണ്. എനിക്ക് എന്താ ഇതാണെന്നുള്ളത് എനിക്ക് കിട്ടണല്ലോ. പുതിയൊരു എൻജോയ്മെൻ്റ് ആണ്. അപ്പോൾ പുതിയ അനുഭവമാണ്, അങ്ങനെയൊക്കെ പറയാൻ പറ്റും. അത് കൊണ്ട് ട്വിസ്റ്റിൻ്റെ കാര്യത്തിൽ മീൻസ് ക്ലൈമാക്സ് ട്വിസ്റ്റാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ ഇത് രണ്ടും വെച്ച് നോക്കുമ്പോൾ മുംബൈ പോലീസ് ഇസ് സൂപ്പർ എന്നാണ് ഞാൻ പറയുള്ളത് ആ ട്വിസ്റ്റിൻ്റെ കാര്യത്തിൽ. അതുകൊണ്ട് മുംബൈ പോലീസ് ഇറ്റ്സ് ദേവ 3. ഇനി അടുത്തത് തോക്ക് എങ്ങനെയാണ് ഉപയോഗിച്ചിരിക്കുന്നതെന്ന് നായകനോട് പറയുന്ന ക്യാരക്ടർ. ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ലാസ്റ്റ് പറയുമ്പോൾ 2 പടത്തിലുണ്ട്. ഇപ്പോൾ മുംബൈ പോലീസിലാണെങ്കിൽ പൃഥ്വിരാജാണ് പോലീസ് ഓഫീസർ ആ കേസ് അന്വേഷിക്കുന്നത് നമുക്കറിയാം പടത്തിൽ. അപ്പോൾ അതിൽ പൃഥ്വിരാജിനോട് ഇങ്ങനെയൊക്കെയാണ് കുറ്റവാളികൾ ഷൂട്ട് ചെയ്തിട്ടുണ്ടാവുക എന്ന് പറയുന്നത് റിയാസ് ഖാനാണ്. എന്നാൽ അതിൻ്റെ റീമേക്കായിട്ടുള്ള ദേവയിൽ അത് ഷാഹിദ് കപൂറാണ് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ അതിൽ ഇത് പറഞ്ഞു കൊടുക്കുന്ന ആളെന്ന് പറയുന്നത് നമ്മുടെ ആനിമൽ സിനിമയിൽ നമ്മുടെ രൺബീർ കപൂറിൻ്റെ ഇൻ്റർവെൽ സമയത്ത്, സിനിമയുടെ ഇൻ്റർവെല്ലിൻ്റെ സമയത്ത് രൺബീർ കപൂറിന് മെഷീൻ ഗണ്ണ് സപ്ലൈ ചെയ്ത് കൊടുക്കുന്ന ആളുണ്ട്. മനസ്സിലായല്ലേ? അങ്ങേര് ആണ് ഇതിൽ അഭിനയിച്ചത്. ശരിക്കുള്ള പേര് എനിക്ക് അറിഞ്ഞോളൂ, സോറി. പക്ഷെ രണ്ടും വെച്ച് നോക്കുമ്പോൾ ഐ ലവ് ദേവര ആ ഒരു ക്യാരക്ടറാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. അല്ലാതെ റിയാസ് ഖാൻ്റെ ക്യാരക്ടർ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, പക്ഷെ കൂടുതൽ ഇഷ്ടപ്പെട്ടത് ദേവേലയാണ്. ശരിക്കുള്ള പേര് അറിഞ്ഞോളൂ, അതുകൊണ്ട് ഞാൻ തൽക്കാലത്തേക്ക് ഉള്ള കാര്യം വിടണം. എന്തായാലും മുംബൈ പോലീസ് ദേവ 4. പിന്നെ പറയാനുള്ളത് സ്പീച്ച്. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, അത് മുംബൈ പോലീസിൽ ജയസൂര്യയുടെ ഒരു സ്പീച്ചുണ്ട്. മറ്റേതിൽ ജയസൂര്യക്ക് പകരം മീൻസ് ജയസൂര്യക്ക് പകരം വന്ന ആൾക്കും ഒരു സ്പീച്ചുണ്ട്. ആ സ്പീച്ചിനിടയിലായിട്ടാണ് ഇവർ മരണപ്പെടുന്നതായിട്ട് കാണിക്കുന്ന. അപ്പോൾ ആ സ്പീച്ച് വൈസ് നോക്കുമ്പോൾ ജയസൂര്യയുടെ സ്പീച്ചാണ് കുറച്ചും കൂടി എനിക്ക് ഇഷ്ടപ്പെട്ടത്. അതുകൊണ്ട് മുംബൈ പോലീസ് 7 ദേവ 4. പിന്നെ ഹീറോയിൻ അടുത്ത റൗണ്ട്. മുംബൈ പോലീസ് പറഞ്ഞാൽ ഹീറോയിൻ എന്ന് പറയുന്ന സംഭവമില്ല എന്നുള്ളത് ഞാൻ പറയേണ്ട ആവശ്യമൊന്നുമില്ല. മീൻസ് നായകന് ഹീറോയിൻ ഇല്ല. എന്നാൽ എൻ്റെ ഹിന്ദി റീമേക്കായിട്ടുള്ള ദേവയിൽ നായകനായിട്ട് ഷാഹിദ് കപൂർ, നായികയുണ്ട്. അതാരാന്ന് നിങ്ങൾക്ക് അറിയായിരിക്കും, പൂജ ഹെഗ്ഡെ എന്നുള്ളത് ഇപ്പോൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. അതുകൊണ്ടൊന്നും പറയാനില്ല. പക്ഷെ എനിക്ക് ഷാഹിദ് കപൂറും പൂജ ഹെഗ്ഡെ ആയിട്ടുള്ള കെമിസ്ട്രി എനിക്ക് വർക്കായില്ല, അത് വേറെ കാര്യം. അതെന്താ കേട്ടോ. അതുകൊണ്ട് മുംബൈ പോലീസ് 8 ദേവ 4. ഇനി അടുത്തത് ആക്ഷൻ സീക്വൻസസ് ആൻഡ് മേക്കിംഗ് ആണ് അടുത്ത റൗണ്ട്. മേക്കിംഗ് വൈസ് ദേവ ഈസ് സൂപ്പർബ് എന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. 2 പടത്തിൽ മേക്കിംഗ് സൂപ്പർബാണ്, പക്ഷെ കൂടുതൽ എനിക്ക് മേക്കിംഗ് ഇഷ്ടപ്പെട്ടത് ദേവയിലാണ്. എന്നാൽ ആക്ഷൻ സീക്വൻസസ് വൈസ് 2 പടവും മികച്ചതായിട്ട് നിന്നിട്ടുണ്ട്. ആരൊക്കെയാണ് ഇതിൻ്റെയൊക്കെ ആക്ഷൻ ചെയ്തിരിക്കണത് എനിക്ക് അറിഞ്ഞൂടാ. എന്നാൽ അവർക്ക് പറ്റുന്നത് എന്താണ് അവരത് ചെയ്തിട്ടുണ്ടായിരുന്നു പടത്തിൽ. അതുകൊണ്ട് ഐ അപ്രീഷിയേറ്റ്
പക്ഷെ കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് ദേവയുടെ ആക്ഷൻ സീക്വൻസസ് തന്നെയാണ്. അതുകൊണ്ട് മുംബൈ പോലീസ് 8, ദേവ 6. ഇനി പറയാൻ പോണത് എന്താ പറയുക, റഹ്മാൻ കമ്മീഷണർ ക്യാരക്ടർ. ഇപ്പം മുംബൈ പോലീസിൽ കമ്മീഷണർ ക്യാരക്ടറായിട്ട് വന്നിരിക്കുന്നത് റഹ്മാനാണ്. എന്ന് ദേവയിൽ ചെയ്തിരിക്കുന്ന ആരാന്ന് എനിക്ക് അറിഞ്ഞൂടാ കമ്മീഷണർ ക്യാരക്ടർ. അയാളുടെ പേര് എനിക്ക് അറിഞ്ഞൂടാ, സോറി. പക്ഷെ ഇത് രണ്ടും കൂടി കമ്പയർ ചെയ്യുമ്പോൾ റഹ്മാൻസ് കമ്മീഷണർ ക്യാരക്ടർ സൂപ്പർ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. മറ്റേ ക്യാരക്ടറിന് അടിപൊളിയായിരുന്നു, പക്ഷെ കൂടുതൽ ഇഷ്ടമുള്ള റഹ്മാൻ്റെയാണ്. അതുകൊണ്ട് മുംബൈ പോലീസ് 9, ദേവ 6. ഇനി അടുത്തത് എന്താന്ന് വെച്ചാൽ എനിക്ക് ഇത് രണ്ടും കൂടി കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് മുംബൈ പോലീസ് തന്നെയാണ്. എന്നാൽ റീമേക്ക് എന്ന നിലയിലും ഒരു പടം എന്ന നിലയിലും ദേവ അടിപൊളി പടം തന്നെയാണ്. എന്നാൽ മുംബൈ പോലീസിൻ്റെ അത്രയും ഇല്ല. അതാണ് എൻ്റെ എനിക്ക് അവസാനം പറയാനുള്ളത്. അതുകൊണ്ട് മുംബൈ പോലീസ് 10, ദേവ 7. പിന്നെ എനിക്ക് ഇത്രേ പറയാനുള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കണിൽ ഓൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാവും, അത് നമുക്ക് സഹായിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അപ്പോൾ ബൈ ബൈ, ഡെൽറ്റ വസ്കസ്.